കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 3. രചന ശാലിനി എ. തലേ ദിവസം കഴിച്ച മരുന്നിന്റെ ഡോസ് കൊണ്ടാകാം കാലത്ത് യാമിനി എഴുന്നേൽക്കാൻ ഇത്തിരി താമസിച്ചത്. അവർ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും അന്നത്തെ ജോലികളെല്ലാം നദി തീർത്തു കഴിഞ്ഞിരുന്നു. അല്ലെങ്കിലും ഇപ്പോൾ കുറച്ചിടെയായി പണികളെല്ലാം ചെയ്യുന്നത് നദി തന്നെയാണ്. മിക്ക ദിവസവും ക്ഷീണം മൂലം യാമിനിക്ക് എഴുന്നേൽക്കാൻ കഴിയാറില്ല. രണ്ടുപേർ അടങ്ങുന്ന വീട്ടിലെ ജോലി നദിക്ക് ഭാരമായി തോന്നിയിട്ടുമില്ല. നദി കോളേജിലേക്ക് ഇറങ്ങി കഴിഞ്ഞതും യാമിനിയും പുറപ്പെട്ടിറങ്ങി. അമ്മ സ്വയം പറയാത്ത കാര്യം എത്ര നിർബന്ധിച്ചാലും പറയില്ലെന്ന് അറിയാവുന്നതിനാൽ നദി പിന്നീട് യാമിനിയോടൊന്നും ചോദിച്ചില്ല. ബസ്സിൽ കയറി സീറ്റിലേക്ക് ഇരുന്ന ശേഷം പോകേണ്ട സ്ഥലത്തെ പേര് പറഞ്ഞവൾ കണ്ടക്ടർക്ക് പൈസ കൊടുത്തു. കുറച്ചു ദൂരം കൂടുതൽ ഉള്ളതിനാൽ സ്ഥലം എത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് യാമിനി സീറ്റിലേക്ക് ചാരിക്കിടന്ന് മിഴികൾ അടച്ചു. ഏകദേശം 1 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് കണ്ടക്ടർ യാമിനിയെ തട്ടി വിളിച്ചത്. മാഡം, പറഞ്ഞ സ്റ്റോപ്പ് അടുത്തതാണ്. അവർ മുഖം 2 കൈകൊണ്ടും അമർത്തി തുടച്ചും കൊണ്ട് മുടിയൊന്ന് കോതിയൊതുക്കി. അടുത്ത സ്റ്റോപ്പിൽ ബസ്സിറങ്ങിയ യാമിനി ഒരു ഓട്ടോ വിളിച്ച് പോകേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു. പല വഴികളിലൂടെ ഓടിക്കൊണ്ട് ആ ഓട്ടോ ചെന്ന് നിന്നത് വലിയൊരു മതിൽക്കെട്ടിന് മുൻപിലാണ്. ഓട്ടോയ്ക്ക് പൈസ കൊടുത്തും കൊണ്ട് അവൾ മതിൽക്കെട്ടിന്റെ കൂറ്റൻ ഇരുമ്പ് ഗേറ്റിന്റെ മുന്നിലേക്ക് നടന്നു. കനത്ത സെക്യൂരിറ്റി കാവൽ ഉണ്ടായിരുന്നു ആ ഗേറ്റിന് മുന്നിൽ. എന്തു വേണം? ഗേറ്റിനുള്ളിൽ ചെറിയൊരു മുറിയിൽ നിന്നും ഇറങ്ങി വന്ന സെക്യൂരിറ്റി യാമിനിയോട് ചോദിച്ചു. എനിക്ക് മാനേജർ സത്യപ്രതാപനെ ഒന്ന് കാണണം. ദയവ് ചെയ്ത് ഉള്ളിലേക്ക് കടത്തിവിടണം. പുതിയ ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇന്റർവ്യൂ നടക്കുന്ന സമയമായതിനാൽ സെക്യൂരിറ്റി കൂടുതലൊന്നും ചോദിക്കാതെ അവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. ഓഫീസ് കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് കയറി ചെന്ന യാമിനി നേരെ റിസപ്ഷനിലേക്ക് ചെന്നു. എന്താണ് മാഡം, എന്താണ് വേണ്ടത്? റിസപ്ഷനിസ്റ്റ് യാമിനിയോട് ചോദിച്ചു. എനിക്ക് മാനേജർ സത്യപ്രതാപനെ ഒന്ന് കാണണം. സെക്യൂരിറ്റിയോട് പറഞ്ഞ അതേ കാരണം തന്നെ യാമിനി ഇവിടെയും ആവർത്തിച്ചു. മാഡം, പ്രതാപ്ജി ഇപ്പോൾ ഇവിടെയില്ല. ഇന്നലെ രാവിലെ ബാംഗ്ലൂർ ഓഫീസിലേക്ക് പോയതാണ്. നാളെ വൈകിട്ട് തിരിച്ചു വരും. യാമിനി കേട്ട വാർത്തയുടെ ഞെട്ടലിൽ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇനിയും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ യാത്രയിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു ശങ്ക അവർക്ക് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു കത്ത് അവർ 2 ദിവസം മുൻപ് തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ലെന്ന് ഉറപ്പായാൽ ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ കയ്യിൽ ആ കത്ത് ഏൽപ്പിക്കണമെന്നും ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നതിന് മുൻപേ അവർ നിശ്ചയിച്ചിരുന്നു. പകരം ആരെ കാണാൻ കഴിയും? യാമിനിയുടെ ചോദ്യം കേട്ടതും റിസപ്ഷനിസ്റ്റ് വേഗം ഫോൺ എടുത്ത് അസിസ്റ്റന്റ് മാനേജർ നിർമ്മല സുകുമാരനെ വിളിച്ചു. അസിസ്റ്റന്റ് മാനേജർ നിർമ്മല മാഡം അവരുടെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഫോൺ തിരികെ വെച്ചുകൊണ്ട് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഒരു പ്യൂണിന്റെ സഹായത്താൽ യാമിനി അസിസ്റ്റന്റ് മാനേജറുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. ഇരിക്ക്. എന്താണ് പ്രതാപ്ജിയെ കാണാൻ വന്നത്? മുന്നിലുള്ള കസേരയിലേക്ക് ചൂണ്ടി യാമിനിയോട് ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായി കണ്ട് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഒന്ന് തരാമോ? അതീവ വിനയത്തോടെ ചോദിക്കുന്ന യാമിനിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന നിർമ്മല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല മാഡം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. പ്രതാപ്ജി വരുമ്പോൾ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞോളാം. എങ്കിൽ ഈ കത്ത് അദ്ദേഹത്തിനൊന്ന് കൊടുക്കൂ. യാമിനി കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് മനസ്സിലാകും. കത്ത് അസിസ്റ്റന്റ് മാനേജറെ ഏൽപ്പിച്ചും കൊണ്ട് യാമിനി അവിടെ നിന്നും ഇറങ്ങി. പുറത്തിറങ്ങി ഗേറ്റിനടുത്തേക്ക് നടക്കുമ്പോൾ യാമിനി ഒന്ന് തിരിഞ്ഞു നോക്കി. തിരുനന്ദനം ഗ്രൂപ്പ്സ് എന്ന തങ്കലിപിലകളാൽ എഴുതി വച്ചിരിക്കുന്നു. ആ വരികളിൽ മിഴികൾ ഒന്ന് പാഴിച്ചും കൊണ്ട് യാമിനി തിരിച്ചു നടന്നു. തിരിച്ചുള്ള യാത്രയിൽ യാമിനി വല്ലാത്തൊരു ശോകാവസ്ഥയിൽ ആയിരുന്നു. സത്യപ്രതാപൻ എന്ന പ്രതാപേട്ടന്റെ കയ്യിൽ തൻ്റെ മകൾ
സുരക്ഷിത ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നേരിട്ട് കാണാൻ ദൈവം അവസരം തന്നില്ല. ഇനിയൊരു കാഴ്ചയുണ്ടാകുമോ എന്നും തനിക്ക് ഉറപ്പില്ല. കണ്ടിരുന്നെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തുറന്നു പറയാമായിരുന്നു. നദിയെ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ എനിക്ക് മരിക്കാൻ പോലും ഭയമുണ്ടാകില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഭക്ഷണമൊന്നുമില്ലാത്ത യാത്രയായതിനാൽ യാമിനി നല്ല തളർച്ചയുണ്ടായിരുന്നു. ഒപ്പം ശരീരത്തിലെ അസഹനീയമായ വേദനയും. വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്കും എങ്ങനെയൊക്കെ യാമിനി വീട്ടിലെത്തി. വന്നപാടെ ഭക്ഷണമൊന്നും കഴിക്കാതെ ബെഡിലേക്ക് വീണതാണ്. നെഞ്ചിലെ കനം നീങ്ങുന്നതുവരെയും തലയിണയിൽ മുഖം അമർത്തി പിടിച്ച് കരഞ്ഞു. എനിക്കെന്തിനാണ് ദൈവമേ ഇങ്ങനൊരു അസുഖം തന്നത്? ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കോമാളിയാക്കി രസിച്ചവർക്ക് മുൻപിൽ അവരാണ് ശരിയെന്ന് കാണിക്കുന്ന രീതിയിലല്ലേ ദൈവം തനിക്ക് അസുഖം തന്നത്? എനിക്ക് ശിക്ഷ വിധിച്ച ദൈവത്തോട് തന്നെ ചോദിക്കട്ടെ, എന്തു ചെയ്യണം ഞാൻ എൻ്റെ മോളെ? ബാക്കിയേറിയ ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ഭൂമിയിൽ ഇട്ടേച്ചു പോകണോ? ഇല്ല, ആർക്കും തട്ടിക്കളിക്കാനായി ഞാൻ അവളെ ഇട്ടുകൊടുക്കില്ല. പ്രതാപേട്ടൻ നാളെ തിരിച്ചു വരുമെന്നല്ലേ അവർ പറഞ്ഞത്? തിരിച്ചു വരട്ടെ. ഞാൻ കൊടുത്ത കത്ത് വായിക്കട്ടെ. അന്നേരം അതിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ അദ്ദേഹം എന്നെ വിളിക്കാതിരിക്കില്ല. അദ്ദേഹം വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും 4 ദിവസം ഞാൻ ആ വിളിക്കായി വെയിറ്റ് ചെയ്യും. 5-ാം ദിവസം, ഇന്നേക്ക് 5-ാം ദിവസം രാത്രിയിലെ അത്താഴം എൻ്റെയും മോളുടെയും അവസാന ഭക്ഷണമായിരിക്കും. എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് യാമിനി സത്യം ചെയ്യുകയാണ്. ഞങ്ങളുടെ മരണം കൊണ്ട് ദൈവങ്ങൾക്ക് സന്തോഷമാണ് ലഭിക്കുന്നതെങ്കിൽ ആ സന്തോഷം പകർന്നു തരാൻ ഞാൻ ഒരുക്കമാണ്. അവളുടെ കണ്ണുനീർ വീണു ആ തലയിണയാകെ നനവ് പടർന്നു. അങ്ങനെ കിടന്നുകൊണ്ട് എപ്പോഴോ യാമിനി ഉറക്കത്തിലേക്ക് വീണു. അച്ഛനെന്തിനാ ഇത്ര ധൃതി പിടിച്ച് ഇന്ന് തന്നെ പോകുന്നത്? ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു, നാളെ രാവിലെ പോയാൽ പോരെ? ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ആ കുട്ടിയുടെ വീട്ടിൽ പോയി അതിൻ്റെ അമ്മയെ കണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് മടങ്ങാമല്ലോ. കാർത്തി കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. ഈ സമയത്ത് അച്ഛൻ പോയാൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തിരിച്ചെത്തുമെന്ന് അവനറിയാം. റിഹേഴ്സലിന് പോലും സമയമില്ലാതെ നേരെ സ്റ്റേജിലേക്ക് കയറേണ്ടി വരും. റിഹേഴ്സലിന്റെ കാര്യം ഓർത്താണ് നിനക്ക് പേടിയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് റിഹേഴ്സൽ ചെയ്യേ. ഓർക്കസ്ട്ര മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. ഇന്നത്തെ പോക്ക് നാളേക്ക് വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ഓഫീസിൽ ബോർഡ് മീറ്റിംഗ് ഉള്ള കാര്യം നീ മറന്നുപോയോ? മഹാദേവൻ മാസ്റ്റർ പറഞ്ഞപ്പോഴാണ് കാർത്തിക് അക്കാര്യം ഓർക്കുന്നത് തന്നെ. അതിനാൽ പിന്നെ അവൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. മഹാദേവൻ മുകുന്ദൻ പിള്ളയെ കൂട്ടിയാണ് നദിയുടെ വീട്ടിലേക്ക് പോയത്. ശാരടിയോട് ചോദിച്ചു വഴികളെല്ലാം മനസ്സിലാക്കിയിരുന്നു പിള്ളേച്ചൻ. അതുകൊണ്ട് തന്നെ നദിയുടെ വീട് കണ്ടുപിടിക്കാൻ അവർക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. 1-2 തവണ ബെല്ല് മുഴങ്ങിയിട്ടും യാമിനി ഉറക്കത്തിൽ നിന്നും ഉണർന്നില്ല. ഇവിടെ ആരും ഇല്ലാതിരിക്കുമോ പിള്ളച്ച? മഹാദേവൻ പിന്നെ നിൽക്കുന്ന പിള്ളയെ നോക്കി ചോദിച്ചു. ബെല്ലടിച്ചിട്ടും വാതിൽ തുറന്നില്ലെങ്കിൽ അതിനർത്ഥം വീട്ടിൽ ആരും ഇല്ലെന്നല്ലേ. നമുക്ക് തിരിച്ചു പോയാലോ മാസ്റ്ററെ? ഒന്നുകൂടി അടിച്ചു നോക്കാം എന്ന് കരുതി മഹാദേവൻ ഒരിക്കൽ കൂടി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഈ ശബ്ദം യാമിനി തീർച്ചയായും കേട്ടു. 6 മണിയായോ എന്ന് കരുതിയാണ് അവർ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റത്. കാരണം ആഴ്ചയിൽ 3 ദിവസം ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് നദി. ആ ദിവസങ്ങളിൽ അവൾ വരാൻ 6 മണി കഴിയും. ഇന്ന് അതിലൊരു ദിവസമായതിനാൽ അവൾ 6 മണി കഴിഞ്ഞ് വരൂ എന്ന് യാമിനിക്കറിയാം. അതുകൊണ്ടാണ് 6 മണി ആയോ എന്ന് അവർ വേഗം ക്ലോക്കിലേക്ക് നോക്കിയത്. എന്നാൽ സമയം 4 മണി കഴിഞ്ഞതേയുള്ളൂ എന്ന് കണ്ടതും യാമിനിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. നദി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഉമ്മറത്ത് വന്നത്? അങ്ങനെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് അവൾ പതിയെ ഉമ്മറവാതിൽ തുറക്കാനായി നടന്നു. 4ാമത്തെ ബെല്ലടിച്ചിട്ടും പ്രതികരണമൊന്നുമില്ലെന്ന് മനസ്സിലായതും മഹാദേവൻ തിരിച്ചു പോകാനായി സ്റ്റെപ്പുകളിൽ ഇറങ്ങി. മുകുന്ദൻ പിള്ള ആദ്യം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. മഹാദേവൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങി 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് പുറകിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. യാമിനി വാതിൽ തുറന്നും പടിയിറങ്ങി പോകുന്ന ഒരുവന്റെ ബാക്ക് ഭാഗമാണ് കണ്ടത്. പുറംതിരിഞ്ഞതാണെങ്കിലും ആ രൂപം പരിചിതമാണ് എന്ന് തോന്നി യാമിനിക്ക്. ആരാണെന്ന് ഓർത്തും കൊണ്ട് നെറ്റി ചുളിച്ച് നിൽക്കെ വാതിൽ തുറന്ന ശബ്ദം കേട്ട് മഹാദേവൻ തിരിഞ്ഞു നിന്നു.
യാമിനി ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചുപോയി. ഈ ജന്മം തന്റെ കണ്ണടയുന്നത് വരെ കാണണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. പെട്ടെന്നൊരു ദിവസം മുന്നിൽ വന്നു നിന്നപ്പോൾ അവൾ ആകെ പതറിപ്പോയി. മഹാദേവന്റെ കണ്ണുകൾ വികസിച്ച് ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലായിട്ടുണ്ട്. യാമിനി യാമിനി കോപം ഇരച്ചു കയറിയ മിഴികളോടെ അയാളെ നോക്കി. അവളുടെ കണ്ണുകളിൽ അന്നേരം കനൽ എരിയുന്നുണ്ടായിരുന്നു. സംഗീത സമ്രാട്ട് മഹാദേവൻ മാസ്റ്റർക്ക് എന്റെ കുടിലിൽ എന്താ കാര്യം? മഹാദേവൻ മാസ്റ്ററുടെ പിന്നിൽ നിൽക്കുന്ന പിള്ളയ്ക്ക് അയാളുടെ മുഖത്തെ ഭാവങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കേരളത്തിനകത്തും പുറത്തും ആരാധനയോടെ മാത്രം കാണുന്ന, ബഹുമാനത്തോടെ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയോടാണ് ഇത്രയും ദാരിദ്ര്യം പിടിച്ചവൾ ഇങ്ങനെ സംസാരിക്കുന്നോർത്ത് പിള്ളയ്ക്ക് അതിയായ ദേഷ്യം തോന്നി. എന്നാൽ യാമിനിയുടെ പരിഹാസിച്ചുവയുള്ള ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കുകയായിരുന്നു മഹാദേവൻ മാസ്റ്റർ. യാമി, അയാളുടെ സ്വരം ചിലമ്പിച്ചിരുന്നു. പൊറുക്കണം. ആ വാക്കുകൾ കേട്ടതും യാമിനി കലിതുള്ളിപ്പോയി. എന്താണ് ഞാൻ പൊറുക്കേണ്ടത്? പറയടോ, എന്താ ഞാൻ പൊറുക്കേണ്ടതെന്ന്? പുറത്തെനിക്ക് ആരുമില്ലെന്ന് അറിഞ്ഞിട്ടും കള്ളക്കഥയുണ്ടാക്കി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞതോ? 7 വയസ്സുകാരനായ എൻ്റെ മകന്റെ മുന്നിൽ അഭിസാരികയുടെ വേഷം കെട്ടിച്ചു നിർത്തിയതോ? അവനെ എന്നേക്കുമായി എന്നിൽ നിന്നും അടർത്തി മാറ്റിയതോ? 3 മാസം ഗർഭിണിയായിരുന്ന എൻ്റെ ഗർഭത്തെ തള്ളിപ്പറഞ്ഞതോ? ഏതാണ് ഞാൻ പുറത്തു തരേണ്ടത്? ഇതിലൊന്നും ഞാൻ പുറത്തു തരില്ല മിസ്റ്റർ മഹാദേവൻ. ഇനി ഏതെങ്കിലും കാര്യം പുറത്താൽ തന്നെ ഒന്നു മാത്രം എൻ്റെ നെഞ്ചിൽ കനലായി കിടക്കും. എൻ്റെ മകന്റെ മുന്നിൽ വെച്ച് എന്നെ ഒരു അഭിസാരികയാക്കി നിർത്തിയത്. നൊന്തു പ്രസവിച്ച അമ്മയെ അങ്ങനെയൊരു വേഷത്തിൽ അവന്റെ മുന്നിൽ നിർത്തിയപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എന്ത് നേടി? ഇപ്പോഴും നിങ്ങൾ ഈ പടി കയറി വന്നത് എന്നെ തേടിയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മോൾക്ക് സിനിമയിൽ പാട്ടുപാടാൻ അവസരം കൊടുക്കാൻ അവൾ യാമിനിയുടെ മകളാണ്, നദി യാമിനി. അവളുടെ ഐഡന്റിറ്റിയിൽ എവിടെയും അവളുടെ അച്ഛൻ്റെ പേരില്ല. അച്ഛനില്ല അവൾക്ക്. കാരണം ഞാനൊരു അഭിസാരികയല്ലേ. പലരും കയറിയിറങ്ങിയ ശരീരമല്ലേ എൻ്റേത്. അതുകൊണ്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അങ്ങനെയുള്ള അഭിസാരികയുടെ മകൾക്ക് സൽസ്വഭാവിയായ നിങ്ങളുടെ ഔദാര്യങ്ങൾ ഒന്നും വേണ്ട. ഇറങ്ങിപ്പോകണം ഈ നിമിഷം. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഇതിന്റെ പടിയിൽ കയറി നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇറങ്ങിപ്പോടോ എൻ്റെ വീട്ടിൽ നിന്ന്. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.